കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ സർവകലാശാല വിസിയോട് രാജ്ഭവൻ വിശദീകരണം തേടി. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചതിൽ വിശദീകരിക്കണം എന്നാണ് ആവശ്യം. വിവരങ്ങൾ നൽകാനായി പ്രശാന്ത് ശങ്കരമംഗലത്തുണ്ട്. പ്രശാന്ത്, രാജ്ഭവൻ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. അദ്ദേഹം പ്രജിത് മോഹനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജിത്ത്, വിസിയോട് രാജ്ഭവൻ വിശദീകരണം തേടിയിരിക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ തടസ്സം സൃഷ്ടിച്ചതിൽ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. കൂടുതൽ വിവരങ്ങൾ. ഗവർണർ എത്തുന്ന വേദിയിൽ പോലീസ് ക്ലിയറൻസ് അടക്കം പൂർത്തിയാക്കി പരിപാടി നടക്കാൻ മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എത്തിയാണ് അന്ന് രജിസ്ട്രാർ ഇത്തരത്തിൽ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയത്. പിന്നാലെ ആ പരിപാടിക്ക് അവസരമില്ല എന്നുള്ളത്, അതായത് പരിപാടി നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഗവർണർ വേദിയിൽ എത്തിയ ശേഷം അദ്ദേഹം കത്ത് നൽകുന്ന സാഹചര്യവും ഉണ്ടായി. അങ്ങനെ വലിയ വീഴ്ചകൾ അല്ലെങ്കിൽ ഈ പരിപാടിയിൽ തടസ്സപ്പെടുത്താനുള്ള വലിയ ശ്രമം സർവകലാശാല അനിൽകുമാറിന്റെ ഭാഗത്ത് നിന്നുണ്ടായി എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു നടപടിയിലേക്ക് ഇപ്പോൾ രാജ്ഭവൻ പോയിരിക്കുന്നത്. KS അനിൽകുമാറിന്റെ ഈ നടപടികളിൽ വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്ക് രാജ്ഭവൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. രാജ്ഭവൻ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഈ കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ അക്രമ സംഭവം ഉണ്ടായത് എങ്ങനെ, ഈ ചടങ്ങ് തടസ്സപ്പെടുത്തുന്ന നിലവിലേക്ക് അല്ലെങ്കിൽ അത് തടസ്സപ്പെടുത്താനുള്ള ശ്രമമുണ്ടായ സാഹചര്യം അത് വിശദീകരിക്കണം. രജിസ്ട്രാർ നേരിട്ടെത്തി അത്തരം ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചത് എന്തുകൊണ്ടാണെന്നുള്ളതിൽ വ്യക്തത വരണം. അതോടൊപ്പം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ വീഴ്ച സംഭവിച്ചോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും വിശദീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ വൈസ് ചാൻസലർക്കോട് വിശദീകരണം തേടി രാജ്ഭവൻ ഒരു കത്ത് നൽകിയിരിക്കുന്നത്. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്കടക്കം മറുപടി നൽകിക്കൊണ്ട് ഗവർണറുടെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരമൊരു നടപടിയിലേക്കും രാജ്ഭവൻ പോകുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ആദ്യഘട്ടത്തിൽ ഈ ഭാരതാംബ വിവാദത്തിന്റെ അല്ലെങ്കിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് വിവാദമാക്കിയ മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രോട്ടോകോൾ ലംഘനമാണ് ചർച്ച ചെയ്തെങ്കിൽ അതിലും വലിയൊരു ചർച്ചയിലേക്കാണ് നിലവിൽ ഗവർണർ ഈ വിഷയം കൊണ്ടുപോയിരിക്കുന്നത്. അതായത് ഭാരതാംബ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അപമാനിച്ചു. പ്രോട്ടോകോൾ ലംഘനം എന്ന് പറയുന്നത് ഒരു വ്യക്തി ഒരു പരിപാടിയിൽ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർ തന്നെ ചിന്തിക്കേണ്ടതാണ്, അവരുടെ കടമ അനുസരിച്ച് അവർ ചെയ്യേണ്ടതാണ്. ആ വിഷയങ്ങളിൽ വിലപിക്കാൻ താനില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിലും ഗവർണർ വ്യക്തമാക്കിയത്. പക്ഷേ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തെ അവഹേളിച്ച അപമാനിച്ച ആ നടപടിയോട് ഒരു തരത്തിലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ ഗവർണർ വ്യക്തമാക്കിയിരുന്നു. ആ കത്തിലൂടെ ഗവർണർ എടുത്തു പറഞ്ഞിരുന്ന ഒരു കാര്യം, വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചതോടുകൂടി അതിലെ ഭാരതാംബ സങ്കല്പത്തിനും ഭരണഘടനാ സാധുത വന്നതാണ്. രാജ്യത്തെ ഭരണഘടന ഭാരതാംബ സങ്കല്പത്തെ അംഗീകരിക്കുന്നതാണ്. പിന്നെ അതിനെ അപമാനിക്കുന്നത് ഭരണഘടനയും സംവിധാനങ്ങളെയും ഒക്കെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നൊരു നിലപാടാണ് ഇപ്പോൾ ഗവർണർ സ്വീകരിക്കുന്നത്. അതോടൊപ്പം ഈ വിഷയം ഒരു രാഷ്ട്രീയ ചർച്ചയാക്കി മാറ്റിയതിൽ കടുത്ത അതൃപ്തി ഗവർണർക്കുണ്ട്. ഭാരതാംബ സങ്കല്പത്തിന് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ നിലപാടോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംവിധാനവും അല്ലാതെ അത് ഈ ഭാരതത്തിന്റെ നൂറ്റാണ്ടുകളായിട്ടുള്ള പാരമ്പര്യത്തിൽ ഊന്നി നിന്ന ഒരു ദേശീയ സങ്കല്പമാണ്. ആ സങ്കല്പത്തെ അപമാനിക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് ഇത്തരത്തിലൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് ഒരു പൊതു ഫൈറ്റിലേക്ക് മാറ്റിയത് കൊണ്ടാണ് താൻ ഈ വിഷയത്തിൽ ഇത്തരമൊരു കത്തെഴുതുന്നതെന്ന് പോലും മുഖ്യമന്ത്രിക്ക് നൽകിയ ആ കത്തിൽ ഗവർണർ വ്യക്തമാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ പരിപാടി അലങ്കോലപ്പെടുത്താൻ സർവകലാശാല രജിസ്ട്രാർ തന്നെ CPMന്റെ തിട്ടൂരമനുസരിച്ച് മുന്നിട്ടിറങ്ങിയതിനെ ശക്തമായ ഭാഷയിൽ വിമർശിക്കാൻ അല്ലെങ്കിൽ ശക്തമായ ഒരു നടപടിയിലേക്ക് തിരിയാൻ പോലും രാജ്ഭവൻ ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. രജിസ്ട്രാർ ഇത്തരത്തിൽ ഈ പരിപാടി അലങ്കോലപ്പെടുത്തിയതിൽ അതിൽ കൃത്യമായ വിശദീകരണം നൽകണം. ആദ്യഘട്ടം മുതൽ തന്നെ ഈ പരിപാടി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ ഏറ്റവും അധികം പ്രശ്നമുണ്ടാക്കിയത് രജിസ്ട്രാറാണ്. കൃത്യമായി നടപടിക്രമങ്ങൾ പാലിച്ച് ഒരു പരിപാടിക്ക് അനുമതി തേടുന്നു. ആ അനുമതി തേടി അതിന് കൃത്യമായി ആ ഹാളിനടക്കം പണമടച്ച് അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയി ആ പരിപാടിയുടെ ഏറ്റവും അവസാന ഘട്ടത്തിലെത്തുമ്പോൾ SFI ആവശ്യപ്പെട്ടത് പ്രകാരം യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അവിടെ എത്തുകയും ആ പരിപാടി തടസ്സപ്പെടുത്താൻ ശ്രമം നടത്തുകയും ചെയ്യുന്നത് സാധാരണഗതിയിലുള്ള എല്ലാ നടപടിക്രമങ്ങൾക്കും എതിരാണ് എന്നുള്ളതാണ്. അതായത് ഗവർണർ എത്തുന്ന പരിപാടിയാണ്. അവിടെ എങ്ങനെയാണ് രജിസ്ട്രാറെ പോലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത്തരത്തിൽ ആ പരിപാടി ഇവിടെ നടത്താൻ പാടില്ല, ഗവർണറെ പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടി ഇവിടെ നടത്താൻ പാടില്ല എന്നുള്ളത് സംഘാടകരെ അറിയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിക്കാൻ രജിസ്ട്രാർക്ക് എങ്ങനെ അധികാരം കിട്ടുന്നു എന്നുള്ള ചോദ്യം പോലും ഈ ഘട്ടത്തിൽ ചർച്ചയാകേണ്ടതുണ്ട്. ഗവർണർ എന്ന് പറയുന്ന ഭരണഘടനാ പോസ്റ്റിനും മുകളിലാണോ സംസ്ഥാനത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലെ ഒരു
രജിസ്ട്രാർ എന്നുള്ള ചർച്ചകളും ഇപ്പോൾ നവമാധ്യമങ്ങളിൽ സജീവമാകുന്നുണ്ട്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഗവർണർ ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെങ്കിൽ അതിന് മുൻപായി നിരവധി നടപടിക്രമങ്ങളുണ്ട്. അതിലൊന്നാണ് പോലീസ് ക്ലിയറൻസിങ്. ഇതടക്കം പൂർത്തിയാക്കിയ ശേഷം അവിടെ കർശനമായ സുരക്ഷ ഉറപ്പാക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ നിലനിൽക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാഹചര്യം നേരത്തെ തന്നെ പലയിടങ്ങളിലും ഗവർണറുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവർണറുടെ രാജ്ഭവനിലേക്കൊക്കെ വിവിധ സംഘടനകളുടെയൊക്കെ മാർച്ചുകളും ഒക്കെ ഉണ്ടായ ചില പ്രതിഷേധങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ അവിടെ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്. ഈ സുരക്ഷാ വേലികൾ മറികടന്നുകൊണ്ട് പ്രതിഷേധക്കാർ സെനറ്റ് ഹാളിൻ്റെ വേദിയിലേക്ക് ഒരു തവണ എത്തിയിരുന്നു. അവിടെ നിന്ന് പിന്നീട് അവർ പുറത്താക്കപ്പെട്ടെങ്കിലും അതുണ്ടായിരിക്കുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നടക്കം വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതോടൊപ്പമാണ് ഗവർണർ എത്തുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് രജിസ്ട്രാർ ആ വേദിയിലെത്തി അവിടെ ചില കോപ്രായങ്ങളൊക്കെ കാണിച്ചത് എന്നുള്ള ആരോപണവും നിലനിൽക്കുന്നു. പിന്നെ ഗവർണർ ആ വേദിയിലെത്തിയ ശേഷവും ആ പരിപാടി തടസ്സപ്പെടുത്താൻ വേണ്ടി അല്ലെങ്കിൽ ഈ പരിപാടിക്ക് അനുമതിയില്ല എന്ന് പറയുന്ന ഒരു മെയിൽ അയക്കുന്ന സാഹചര്യത്തിൽ കൂടി ഈ രജിസ്ട്രാർ പോയിട്ടുണ്ട്. ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം കാറ്റിൽ പറത്തിയുള്ള രജിസ്ട്രാറുടെ ഇടപെടലിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ രജിസ്ട്രാർക്കെതിരെ നടപടി ആവശ്യമാണ് എന്നുള്ള ആവശ്യങ്ങളും സജീവമായി നവമാധ്യമങ്ങളിലും പൊതുരാഷ്ട്രീയ സംവിധാനങ്ങളിലും ഒക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഈ പരിപാടി അവിടെ തടസ്സപ്പെടുത്താനുണ്ടായ സാഹചര്യം, രജിസ്ട്രാറുടെ ഇടപെടൽ, അതോടൊപ്പം സുരക്ഷാ വീഴ്ച ഉണ്ടായ സാഹചര്യം എന്നിവയിലെല്ലാം വൈസ് ചാൻസലറോട് രാജ്ഭവൻ വിശദീകരണം ചോദിച്ചിരിക്കുന്നത്. രജിസ്ട്രാർക്ക് വീഴ്ചയുണ്ടെന്ന് വൈസ് ചാൻസലർ ഒരു റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു മറുപടി നൽകുകയാണെങ്കിൽ KS അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. പ്രജിത്ത്, രജിസ്ട്രാറുടെ ഒരു വീഴ്ച എന്ന് പറഞ്ഞ് നമുക്കിതിനെ ചുരുക്കാൻ സാധിക്കില്ല. അത് നമുക്കിതിനോടകം വ്യക്തമായ കാര്യമാണ്. രജിസ്ട്രാർ കൃത്യമായ രാഷ്ട്രീയ കളി തന്നെയാണ് കളിച്ചതല്ലേ? അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം 6:28 അന്ന് ദേശീയഗാനം ആലപിക്കുന്നത്. ദേശീയഗാനം ആലപിച്ച്, അതായത് ഗവർണർ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഒരു ഗവർണർ പങ്കെടുക്കുന്ന എല്ലാ പരിപാടികളുടെയും പ്രോട്ടോകോൾ അനുസരിച്ച് ആദ്യം ദേശീയഗാനം ആലപിക്കും. ദേശീയഗാനം ആലപിച്ചു കഴിഞ്ഞാൽ ആ വേദിയിലുള്ളവർ ഗവർണർ ആ വേദി വിടാതെ അവിടെ നിന്ന് പോകാൻ കഴിയില്ല. അല്ലെങ്കിൽ ഗവർണറുടെ പ്രത്യേക അനുമതി വാങ്ങിയ ശേഷമേ അവിടെ നിന്ന് പോകാൻ കഴിയൂ. അത് സദസ്സിലാണെങ്കിലും ശരി, വേദിയിലിരിക്കുന്നവരാണെങ്കിലും ശരി. പിന്നീട് ദേശീയഗാനത്തിന് ശേഷം ഗവർണർ സംസാരിച്ചു കഴിഞ്ഞ് ദേശീയഗാനത്തിനും ശേഷം ഗവർണർ വേദി വിട്ടതിന് ശേഷം മാത്രമേ മറ്റുള്ളവർ, നമ്മൾ ഗവർണർമാരുടെ പരിപാടികളിലൊക്കെ പോകുന്നവരാണ് മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ, ആ പരിപാടി അവസാനിക്കുന്നതിന് മുൻപ് ഒരു അനൗൺസ്മെന്റ് വരും. ഗവർണർ വേദി വിട്ടതിന് ശേഷം 5 മിനിറ്റ് ശേഷം മാത്രമേ എല്ലാവരും അവരവരുടെ ഇരിപ്പിടങ്ങളിൽ നിന്ന് എഴുന്നേൽക്കാവൂ എന്നുള്ളത്. ഇതൊക്കെ സാധാരണഗതിയിൽ സംഭവിക്കുന്നതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ അടക്കമുള്ളവർക്കും ഈ നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഈ പരിപാടി ആരംഭിക്കുന്നത് 6:28 ദേശീയഗാനത്തോടെയാണ്. അതിനുശേഷം 6:39 അതായത് പരിപാടി ആരംഭിച്ച് ഗവർണർ എത്തി 11 മിനിറ്റുകൾക്ക് ശേഷം ആ പരിപാടിക്ക് അനുമതി നിഷേധിച്ചുകൊണ്ട് രജിസ്ട്രാർ ഒരു മെയിൽ അയക്കുന്നു. അങ്ങനെ ഗവർണർ ഇരുന്ന പരിപാടി തടസ്സപ്പെടുത്താൻ വേണ്ടി ഗവർണർ ഇരിക്കുന്ന വേദിക്ക് അനുമതിയില്ല എന്ന് പറയാൻ രജിസ്ട്രാർ ധൈര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചില രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്, ചില രാഷ്ട്രീയ തിട്ടൂരങ്ങളുണ്ട്. അതിൻ്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശിരസാ വഹിച്ചുകൊണ്ട് നടപടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു രജിസ്ട്രാർ എന്നുള്ളത് ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ വയ്യ. ഒരു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി ആരംഭിച്ചതിന് ശേഷം അതിന് അനുമതിയില്ല എന്ന് പറയാൻ രജിസ്ട്രാർക്ക് എന്ത് അധികാരം എന്നുള്ളൊരു ചോദ്യം അവിടെയുണ്ട്. ഭരണഘടനാപരമായ ഗവർണറുടെ പ്രിവിലേജ് അല്ലെങ്കിൽ ഗവർണറുടെ പരിപാടികളുടെയൊക്കെ പ്രോട്ടോകോളുകൾ ഇവയൊക്കെ ലംഘിക്കാനാണോ രജിസ്ട്രാർ ഉത്തരവിട്ടത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പരിപാടി തടസ്സപ്പെടുത്താൻ രജിസ്ട്രാർ നിർദ്ദേശം നൽകുകയാണ്. പരിപാടി ഗവർണറുടെ പരിപാടിയാണ്, ഗവർണർ പങ്കെടുക്കുന്ന പ്രോഗ്രാമാണ്. അത് ആരംഭിച്ചു കഴിഞ്ഞിട്ട് ഇനി പോലീസിനെ എങ്ങാനും വിന്യസിച്ച് ഈ പരിപാടി തടസ്സപ്പെടുത്താമെന്നാണോ രജിസ്ട്രാർ ചിന്തിച്ചത് എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉണ്ട്. കത്തയക്കുന്നതും മെയിലയക്കുന്നതും ഒക്കെ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണ്. എങ്കിലും അതിന് മുതിർന്നത് സംസ്ഥാനത്തിന്റെ ഭരണഘടനാപരമായി സംസ്ഥാനത്തിന്റെ ഏറ്റവും മുതിർന്ന അധികാര കേന്ദ്രമായിട്ടുള്ള ഏറ്റവും ഉയർന്ന പോസ്റ്റായിട്ടുള്ള ഗവർണർക്കെതിരെ അല്ലെങ്കിൽ ഗവർണർ പങ്കെടുക്കുന്ന ഒരു പരിപാടിക്കെതിരെ അത്തരമൊരു കത്തയക്കുന്നത്, ആ പരിപാടി തടസ്സപ്പെടുത്താനുള്ള ശ്രമം നടത്തുന്നതിനെല്ലാം പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ഇടപെടലുകളുണ്ട്. അല്ലെങ്കിൽ SFIക്ക് വേണ്ടി രജിസ്ട്രാർ അവർ പറഞ്ഞതിനനുസരിച്ച് തുള്ളിയിരുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് അത്തരത്തിലുള്ള ഒരു മെയിൽ അയച്ചതും തുടർ നടപടിക്രമങ്ങളും. എന്തായാലും രജിസ്ട്രാറുടെ ഈ നടപടികളിൽ വിശദീകരണം തേടിയാണ് ഇപ്പോൾ രാജ്ഭവൻ കത്തയച്ചിരിക്കുന്നത്. ഇതിൽ VC നൽകുന്ന മറുപടിയാണ് ഏറ്റവും നിർണായകം. അതിൽ ഏറ്റവും ശ്രദ്ധേയമാകുക, രജിസ്ട്രാർക്ക് വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയാൽ അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിക്കുമോ എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാത്തിരുന്ന് കാണേണ്ട കാര്യം. പ്രത്യേകിച്ച് രജിസ്ട്രാറുടെ ഭാഗത്തു നിന്നുണ്ടായത് ഒട്ടും അദ്ദേഹം ഇരിക്കുന്ന ഒരു തസ്തികയ്ക്ക് ചേർന്ന നടപടിയല്ല എന്നുള്ളൊരു പ്രശ്നവും അവിടെ നിലനിൽക്കുന്നു. SFI കൽപ്പിക്കുന്നതനുസരിച്ച് മുന്നോട്ട് പോകാനാണോ സംസ്ഥാനത്തെ ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ ഇരിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന ചർച്ചകൾക്ക് ഭരണഘടനാപരമായ സാധുതയുള്ള സങ്കല്പമാണ് ഭാരതാംബ എന്നുള്ള ഒരു മറുപടി നൽകി അതിനൊരു പുതിയ തലത്തിലേക്ക് ഗവർണർ ഉയർത്തി നിർത്തിയിട്ടുണ്ട്. അതിനൊപ്പമാണ് ഇത്തരമൊരു നടപടിയിലേക്കും അല്ലെങ്കിൽ ഇത്തരമൊരു വിശദീകരണം ചോദിക്കലിലേക്കും അദ്ദേഹം പോയിരിക്കുന്നത്.
പ്രജിത്ത്, രാജ്ഭവൻ എന്തായാലും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുമ്പോൾ രജിസ്ട്രാർക്കെതിരെ നടപടി വേണമെന്ന ആവശ്യവും പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട്. എന്തായാലും അടിയന്തരമായ ഒരു വിശദീകരണമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ വിശദീകരണത്തിൽ എന്താണ് എങ്കിലും രജിസ്ട്രാർക്കെതിരെ കടുത്ത നടപടി വേണം, നടപടിയുമായി മുന്നോട്ട് പോകണമെന്ന ആവശ്യം തന്നെയാണ് പല കോണുകളിൽ നിന്നും ഉയരുന്നത്, അല്ലേ? അങ്ങനെ തന്നെയാണ്. കാരണം ഈ പത്മനാഭ സമിതി തന്നെയാണെങ്കിലും ശരി, അവർ ആദ്യഘട്ടം മുതൽ തന്നെ പറയുന്നത് കൃത്യമായ നടപടിക്രമങ്ങൾ പാലിച്ച് കൃത്യമായി എങ്ങനെയാണോ സെനറ്റ് ഹാളിൽ ഒരു പരിപാടി നടത്തുന്നതിന് അനുമതി തേടേണ്ടത് അത്തരം സംവിധാനങ്ങളെല്ലാം പൂർത്തിയാക്കിയ ശേഷമാണ് തങ്ങൾ ഈ പരിപാടി ആരംഭിക്കുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള തടസ്സങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രത്യേക നിർദ്ദേശങ്ങളൊന്നും തന്നെ രജിസ്ട്രാറുടെയോ യൂണിവേഴ്സിറ്റിയുടെയോ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ പരിപാടി ആരംഭിക്കുന്നതിന് മിനിറ്റുകൾക്ക് മുൻപ് അവിടേക്ക് ചിലർ എത്തുകയും ഈ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിക്കുന്നത് കാണുകയും ചെയ്തു. തുടർന്നാണ് രജിസ്ട്രാറെ വിളിച്ചു വരുത്തുകയും അവിടെ ഒരു സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തത്. ഈ ഘട്ടത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അതായത് ഈ ഗവർണറുടെ പരിപാടി ആയതിനാൽ തന്നെ ആളുകളൊക്കെ നേരത്തെ എത്തണം, അവർ അവരുടെ ഇരിപ്പിടങ്ങളിൽ ഉറപ്പിക്കണം, അവിടെ ഇരിക്കണം. അതിനുശേഷം അവിടെ പോലീസിന്റെ പൂർണ്ണമായ പരിശോധനകളും എല്ലാം ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും പരിപാടി തുടങ്ങുന്നത്, ഗവർണർ എത്തുന്നത് എന്നെല്ലാം. അപ്പോൾ ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയ ശേഷവും അവിടെ ചിലർ കടന്നു കയറി എന്നുള്ളത്, അതായത് അവിടെ സംഘർഷം സൃഷ്ടിക്കാൻ കടന്നു കയറി എന്നുള്ളത് വലിയ സുരക്ഷാ വീഴ്ചയും കൂടിയാണ്. അതിൽ പോലീസും ഉത്തരവാദിത്തം പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. കാരണം സുരക്ഷ ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്തം പോലീസിനാണ്. എങ്ങനെയാണ് ഈ പറഞ്ഞ ഈ ഗവർണർക്കെതിരെ പ്രതിഷേധിക്കാൻ അല്ലെങ്കിൽ അതിനൊക്കെ ഗവർണറെ ആക്രമിക്കാൻ തന്നെ സാധ്യതയുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുന്ന ചില സംഘടനാ പ്രവർത്തകരെയൊക്കെ എങ്ങനെയാണ് ആ വേദിക്കുള്ളിലേക്ക് കടത്തിവിടാൻ പോലീസിന് സാധിച്ചത് എന്നുള്ളൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്, പോലീസ് ഈ SFI നേതാക്കൾക്കൊക്കെ പോലീസ് കസ്റ്റഡിയിലെടുത്ത SFI നേതാക്കൾക്കൊക്കെ പുറത്തിറങ്ങി വിശ്രമിക്കാനും ഒക്കെയുള്ള അവസരം നൽകുന്നത്. SFI നേതാക്കൾ മറ്റ് SFIK നേതാക്കൾ ചെന്ന SFI പ്രവർത്തകരെ പോലീസ് വാഹനങ്ങളിൽ നിന്ന് പുറത്തിറക്കി നിർത്തുന്നത്, അവിടെ അവർക്കൊപ്പം ചേർന്ന് നിൽക്കുന്ന പോലീസ് സംവിധാനത്തെയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്, രജിസ്ട്രാറുടെ ഭാഗത്ത് നിന്ന് വലിയ രാഷ്ട്രീയ ഇടപെടൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഭാരതാംബയുടെ ചിത്രം ഉപയോഗിച്ച് ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ, ഗവർണറുടെ ഒരു പരിപാടി അലങ്കോലപ്പെടുത്താൻ, ഗവർണറെ തന്നെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് ഉള്ളൊരു നടപടിയാണതെന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയും. അപ്പോൾ അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ രജിസ്ട്രാർക്ക് ധൈര്യം നൽകിയത് ആര് എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നു. അതിന് പ്രത്യക്ഷത്തിൽ നമുക്ക് ഉദാഹരണങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഉത്തരവുമുണ്ടെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് വേണ്ടി രജിസ്ട്രാർ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പക്ഷെ അതിന് ഔദ്യോഗികമായി അതിനുള്ള മറുപടി എന്തായിരിക്കും VC നൽകാൻ പോകുന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇനി കഴിഞ്ഞ ദിവസത്തെ മുഖ്യമന്ത്രിയുടെ ഈ ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തിന് ഭരണഘടനാപരമായിട്ടുള്ള അംഗീകാരമില്ല എന്നുള്ളത് കഴിഞ്ഞ കുറച്ച് ദിവസമായി മുഖ്യമന്ത്രിയും CPM നേതാക്കളും SFIയുടെ വലിയ നേതാക്കളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള മറുപടി കഴിഞ്ഞ ദിവസം ഗവർണർ കൃത്യമായി നൽകിയിരുന്നു. അത് വലിയൊരു ചർച്ചയ്ക്ക് കൂടി, അല്ലെങ്കിൽ ഇതുവരെ ഈ വിഷയത്തിൽ ചർച്ചയാകാത്ത ഭാരതാംബ എന്ന് പറയുന്ന സങ്കല്പത്തിന്റെ ഭരണഘടനാ സാധുത എന്ന വിഷയത്തിലേക്ക് കൂടിയാണ് ആ വിഷയം മാറി നിൽക്കുന്നത്. കാരണം ഗവർണർ കൃത്യമായി പറയുന്നു, ഭരണഘടനാപരമായിട്ട് എന്നാണോ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് അന്ന് തന്നെ ആ ദേശീയ ഗീതത്തിൽ ഉൾപ്പെടുന്ന ഭാരതാംബ സങ്കല്പത്തിനും ഭരണഘടനാ സാധുത വന്നിരിക്കുന്നു. ദേശീയ ഗീതത്തിൽ പറയുന്ന കാര്യങ്ങൾക്ക്, വന്ദേ മാതരത്തിലെ വിവിധ വരികൾക്ക്, അതിലെ ആശയങ്ങൾക്കും ഈ ഭാരതത്തിന്റെ ദേശീയ സങ്കല്പവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഭരണഘടനാ നിർമ്മാതാക്കൾ ഈ വന്ദേ മാതരത്തെ ദേശീയ ഗീതമായി ഉൾപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായത്. അതിലെ സങ്കല്പങ്ങൾക്കും അപ്പോൾ ഭരണഘടനാപരമായിട്ടുള്ള സാധുത ലഭിച്ചിരിക്കുന്നു എന്നുള്ള വലിയ ചർച്ചാ വിഷയം അദ്ദേഹം തുറന്നു വെക്കുന്നു. ഒപ്പം നേരത്തെ ഒരു മദ്രാസ് ഹൈക്കോടതിയുടെ വിധി ചൂണ്ടിക്കാട്ടി ഭാരതാംബ സങ്കല്പം ദേശീയ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്നാണ് എന്ന തരത്തിലുള്ള വിധി ചൂണ്ടിക്കാട്ടിയും അദ്ദേഹം അതിൽ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, മന്ത്രിയുടെ പ്രോട്ടോകോൾ ലംഘനത്തെ താൻ ചിന്തിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെ താൻ വകവയ്ക്കുന്നില്ല എന്നുള്ള രീതിയിലേക്ക് ഗവർണർ പോയിരിക്കുകയാണ്. പക്ഷേ ഭാരതാംബയെ അവഹേളിക്കുന്ന ഒരു സങ്കല്പം, നാമെല്ലാം ഒരമ്മയുടെ മക്കളാണെന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ അവഹേളിക്കുന്ന ഒരു നിലപാട്, അതിനെ ഒരു കാരണവശാലും അംഗീകരിക്കില്ല എന്നുള്ളത് ഗവർണർ ആവർത്തിച്ചു പറയുന്നു. മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടിയിൽ രാജേഷ് നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ VV രാജേഷ്, കേരള യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ സംഘർഷത്തിൽ സർവകലാശാല VCയോട് രാജ്ഭവൻ വിശദീകരണം തേടിയിരിക്കുകയാണ്. ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ രജിസ്ട്രാർ കളിച്ച രാഷ്ട്രീയ കളി, ആ വിഷയമാണ് ചർച്ചയാകുന്നത്. ഇതിൽ കൃത്യമായ വിശദീകരണം നൽകണം, അടിയന്തരമായി വിശദീകരിക്കണം എന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത്. ഈ വിഷയത്തോട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു രാഷ്ട്രീയ ഗുണ്ടയെ പോലെയാണ് പെരുമാറിയത്. ആ പരിപാടി തിരുവനന്തപുരത്തെ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗത്തു നിന്നും അടിയന്തരാവസ്ഥയിൽ തടവ് അനുഭവിച്ച അച്ഛനും മകനും ഒരുമിച്ച് ജയിലിലായി എന്നുള്ള ആ രീതിയിൽ പോലും പീഡനം നേരിട്ട ആളാണ് നമ്മുടെ ഗവർണർ എന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം. അപ്പൊ ആകാംക്ഷയോടെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് തന്നെ ആ വാക്കുകൾ കേൾക്കുവാനും അവിടെ അടിയന്തരാവസ്ഥയുടെ ഭീകര ദിനങ്ങൾ, തടവ്
അനുഭവിച്ച ക്രൂരപീഡനങ്ങൾ അനുഭവിച്ച നിരവധി മുതിർന്ന പൗരന്മാരെ ആദരിക്കുന്നുണ്ട്. അപ്പൊ അവരെ കാണാനും അവരുമായി സംബന്ധിക്കാനും ഒക്കെ തന്നെ കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ ഒരുപാട് പേർ വന്നിരുന്നു. അതായത് പൊതുരംഗത്ത് നിൽക്കുന്നവർ, സാഹിത്യ നായകന്മാർ, അതുപോലെ തന്നെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ, അധ്യാപകർ ഒക്കെ വന്നിരുന്നു. അപ്പൊ വളരെ നല്ല അന്തരീക്ഷത്തിൽ ആ പരിപാടി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രജിസ്ട്രാർ വേദിയിലെത്തുകയും അദ്ദേഹം നേരിട്ട് വന്നിട്ട് അവിടെയുള്ള അറേഞ്ച്മെന്റ്, സംഘാടകർ നടത്തിയ ആ തയ്യാറെടുപ്പുകളെയൊക്കെ തന്നെ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ചു. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ തന്നെ ആ പരിപാടി ഈ അലങ്കോലപ്പെടുത്തുന്നതിന്റെ തുടക്കം രജിസ്ട്രാറിന്റെ ഭാഗത്തു നിന്നാണ്. മാത്രവുമല്ല, തെറ്റായ വസ്തുത അദ്ദേഹം പ്രചരിപ്പിച്ചു എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോ പത്മനാഭ സേവാ സമിതി അവരുടെ നിയമപരമായിട്ടുള്ള വാടകയൊക്കെ അടച്ച് എടുത്ത ആ ഹാൾ ഔദ്യോഗികമായി അവർക്ക് അനുവദിച്ചു നൽകിയ ഹാൾ പരിപാടി റദ്ദാക്കാതെ തന്നെ പരിപാടി റദ്ദാക്കിയതായിട്ട് അദ്ദേഹം മാധ്യമങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അപ്പോൾ കുറച്ചു സമയത്തൊക്കെയാണെങ്കിലും ഗവർണറുടെ പരിപാടി റദ്ദാക്കി എന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത പരന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേർ ആ പരിപാടിക്ക് പങ്കെടുക്കാൻ വന്നുകൊണ്ടിരുന്നവർ വഴിയിൽ വെച്ച് തന്നെ തിരിച്ചുപോയി. അപ്പോൾ ഈ ജനങ്ങളുടെ ഒക്കെ തന്നെ ഉള്ളിൽ ഒരു ആശങ്ക, ഇത് രാഷ്ട്രീയ വിശദീകരണ യോഗമോ പൊതുയോഗമോ ഒന്നുമല്ലല്ലോ, ഒരു വളരെ നേരത്തെ പ്ലാൻ ചെയ്തതനുസരിച്ച് സംസ്ഥാന ഭരണ തലവൻ പങ്കെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും അതുപോലെ തന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്ന നമ്മുടെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും തന്നെ അടിയന്തരാവസ്ഥ വിരുദ്ധ പരിപാടികൾ നടന്നു വരികയാണ്. തീർച്ചയായിട്ടും ഒരു യൂണിവേഴ്സിറ്റിയുടെ രജിസ്ട്രാർ തന്നെ ആ പരിപാടി അലങ്കോലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചത് ധാരണാപരമായ വാർത്തകൾ പരത്തിയതിനും അദ്ദേഹം ഒരു നിമിഷം പോലും ആ സ്ഥാനത്ത് ഇരിക്കാൻ പോലും യോഗ്യനല്ല എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഗവർണറുടെ പരിപാടി ആ വലിയൊരു പരിപാടി ഒരുപക്ഷെ അടിയന്തരാവസ്ഥ, അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുവാൻ വേണ്ടി രജിസ്ട്രാർ കൂട്ടുനിന്നോ എന്ന് സംശയിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റം. അതായത് എല്ലാ നിയമങ്ങളും പാലിച്ച് വാടക കൊടുത്തെടുത്ത ഒരു വേദിയിലാണ് ഭാരതാംബയുടെ ചിത്രം വയ്ക്കാൻ പാടില്ല എന്ന് രജിസ്ട്രാർക്ക് പിടിവാശി, അല്ലേ? അങ്ങനെ പറയാൻ രജിസ്ട്രാർക്ക് എന്താണ് അവകാശം ഉള്ളത് എന്നുള്ളതാണ്. കാരണം ഭരണഘടന ഇത് അനുവദിക്കുന്നുണ്ടോ? ഇതൊക്കെയാണ് ന്യായീകരണം. അല്ല, അദ്ദേഹം പറയണമല്ലോ എന്തുകൊണ്ടാണ് ആ പരിപാടി അവർക്ക് നിയമപരമായി വാടകയ്ക്ക് കൊടുത്ത ഹാളിൽ അദ്ദേഹം വന്നിട്ട് ആ പരിപാടി മാറ്റിവെക്കണം, ആ പരിപാടി റദ്ദാക്കിയിരിക്കുന്നു. അദ്ദേഹം രാജ്ഭവനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പരിപാടി ക്യാൻസൽ ചെയ്തു, അല്ലെങ്കിൽ ആ ഹാൾ അനുവദിച്ച് റദ്ദാക്കി എന്ന് പറഞ്ഞുകൊണ്ട് രാജ്ഭവൻ അദ്ദേഹം തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പോൾ ഇല്ലാത്ത ഒരു കാര്യം ഉണ്ട് എന്ന് വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം സംസ്ഥാന ഭരണ തലവനെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലേക്കാണ് രജിസ്ട്രാർ പെരുമാറിയിട്ടുള്ളത്. മാത്രവുമല്ല, അദ്ദേഹം മാധ്യമങ്ങളെ രാജ്ഭവനെ തെറ്റിദ്ധരിപ്പിച്ചു, അത് ഏറ്റവും ഗുരുതരമായ തെറ്റ്. അതോടൊപ്പം തന്നെ മാധ്യമങ്ങളിലൂടെ സമൂഹത്തെ മുഴുവനും ഒരു തെറ്റിദ്ധാരണ പരത്തുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട്, രജിസ്ട്രാർ എന്നുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ശ്രമിച്ചു എന്നുള്ളത് അങ്ങേയറ്റം തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുശേഷം ഇപ്പൊ ഗവർണറെ കുറിച്ച് തെറ്റിദ്ധാരണപരമായ വാർത്ത പ്രചരിപ്പിച്ചത് ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു സർവകലാശാലയുടെ ഭരണം കൈയാളുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒരു നിമിഷം പോലും അദ്ദേഹം ആ പദവിയിലിരിക്കാൻ യോഗ്യതയില്ല എന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ നിലപാട്. തീർച്ചയായിട്ടും ഇത് വരാൻ പോകുന്ന ദിവസങ്ങളിൽ വളരെ വലിയ നിയമപരമായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഇടവരുത്തും. നന്ദി ശ്രീ വി രാജേഷ് ഈ വിഷയത്തോട് പ്രതികരിച്ചതിന്.